കോഴിക്കോട് ഈങ്ങാപ്പുഴ കക്കാട് കുടുംബ വഴക്കിനെ തുടർന്നുണ്ടായ ആക്രമണത്തിൽ ഭർത്താവ് ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തി. യാസറാണ് ഭാര്യ ഷിബിലയെ വെട്ടിക്കൊന്നത്. ആക്രമണത്തിൽ ഷിബിലയുടെ മാതാവിനും പിതാവിനും പരിക്കേറ്റിട്ടുണ്ട്. ആദ്യം ഒരു പ്രതികരണത്തിലേക്കാണ്. അന്ന് 2-3 തവണ സ്റ്റേഷനിൽ ബന്ധപ്പെടുകയും ഒരു അപകടം മണക്കുന്നുണ്ട്, അവൻ വെല്ലുവിളിക്കുന്നുണ്ട്, ഫോണിലൂടെയും വാട്സപ്പിലൂടെയും ഒക്കെ തെറി വിളിച്ച് കൊല്ലും എന്ന ഭീഷണി വരെ പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് പോലീസിനെ അറിയിക്കുകയും ലഹരിയായി ഉപയോഗമുണ്ട് എന്നൊക്കെ പോലീസിനെ അറിയിച്ചിട്ടും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഒരു അനങ്ങാപ്പാറ നയം സ്വീകരിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഈ അപകടവുമായി ബന്ധപ്പെട്ട് ഇപ്പം ഉണ്ടായ പുതിയ വിഷയം ഉണ്ടായിട്ടുള്ളത്. മിഥില ബാലൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. മിഥില, അതിക്രൂരമായ കൊലപാതകമാണ്. എന്താണ് സംഭവിച്ചത്? ഈ കുടുംബ വഴക്ക് എന്നതിനപ്പുറത്തേക്ക് അതിലൊരു വ്യക്തത വരുന്നുണ്ടോ? നേരത്തെ തന്നെ ഇതിൽ പോലീസിൻ്റെ മുമ്പിലേക്ക് ഇതുമായി ബന്ധപ്പെട്ട് പരാതി എത്തിയിരുന്നു എന്ന് മനസ്സിലാക്കുന്നു. എന്താണ് പോലീസിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം? വിശദാംശങ്ങൾ എന്താണ് മിഥില? ശ്രീജിത്ത്, അല്പസമയം മുമ്പാണ് ഈ ഒരു ദാരുണ സംഭവം ഉണ്ടായത്. ഈങ്ങാപ്പുഴ കക്കാടാണ് ഈ സംഭവം ഉണ്ടായത്. ഭർത്താവ് ആണ് ഈ ഭാര്യയെയും ഭാര്യ പിതാവിനെയും മാതാവിനെയും വെട്ടിയത്. ഇതിൽ ഭാര്യ ഷിബിലിയാണ് അല്പസമയം മുമ്പ് മരിച്ചത്. ഷിബിലിയുടെ മൃതദേഹം ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് കാഷ്വാലിറ്റിയിലാണ്. ഇവിടെയാണ് ഇപ്പോൾ മൃതദേഹം ഉള്ളത്. അല്പസമയത്തിനകം മോർച്ചറിയിലേക്ക് മാറ്റും. ഒപ്പം തന്നെ വെട്ടേറ്റിട്ടുള്ളത് ഭാര്യ പിതാവിനും മാതാവിനുമാണ്. മാതാവ് അത്ര ഗുരുതരമല്ല, പക്ഷേ പിതാവിന്റെ അവസ്ഥ അല്പം ഗുരുതരം എന്ന് തന്നെയാണ് ആശുപത്രിയുമായി ബന്ധപ്പെട്ടപ്പോൾ നമുക്ക് അറിയാൻ കഴിഞ്ഞത്. ഇപ്പോൾ നമ്മൾ വാക്കുകൾ കേട്ടു, ഒരു പ്രതികരണം കേട്ടു. ഒരു ബന്ധുവിന്റെ പ്രതികരണമാണ് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നത്. അവർ പറയുന്നു, കഴിഞ്ഞ മാസം 28-ന് ഇതുമായി ബന്ധപ്പെട്ട പരാതി നൽകിയിട്ടുണ്ടായിരുന്നു. പക്ഷേ പോലീസ് വേണ്ടത്ര ഗൗരവം കാണിച്ചില്ല. ഇത്തരത്തിൽ ഒരു അപകടം ഉണ്ടാകും, അല്ലെങ്കിൽ ഫോൺ വഴിയും വാട്സപ്പ് വഴിയും എല്ലാം വലിയ രീതിയിലുള്ള ഒരു ഭീഷണി ഈ ഷിബിലിയും കുടുംബവും നേരിടുന്നുണ്ടായിരുന്നു. ആ ഒരു ഭീഷണിയെക്കുറിച്ച് തന്നെയായിരുന്നു പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ പോലീസ് കൃത്യമായ ഒരു നടപടിയെടുത്തില്ല. അതാണ് ഇത്തരം ഒരു അപകടം അല്ലെങ്കിൽ ഇത്തരം ഒരു ദാരുണ സംഭവം ഉണ്ടായത് എന്നാണ് ബന്ധു പറയുന്നത്. പരിക്കേറ്റിട്ടുള്ളത് ഭാര്യ ഷിബിലയാണ് മരിച്ചത്. ഭാര്യ പിതാവ് അബ്ദുറഹ്മാൻ, ഒപ്പം തന്നെ മായ മാതാവ് ഹസീന. ഇവരെ ആദ്യം താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലാണ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. പിന്നീടാണ് ഇപ്പോൾ വിദഗ്ധ ചികിത്സയ്ക്കായി ഇങ്ങോട്ട് എത്തിച്ചത്. ഷിബിലയാണ് മരിച്ചത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഭാര്യ പിതാവിൻ്റെ നില അതീവ ഗുരുതരമാണ്. മറ്റൊരു കാര്യം, ഈ ഒരു യാസിർ എന്നത് ലഹരി ഉപയോഗിക്കുന്ന ആളാണെന്ന വിവരവും ലഭിക്കുന്നുണ്ട്. കഴിഞ്ഞ 28-നാണ് ഇത്തരം ഒരു പരാതി താമരശ്ശേരി പോലീസിൽ ഈ കുടുംബം നൽകിയിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല അതിനുശേഷം ഈ യാസിറിൻ്റെ വീട്ടിലുണ്ടായിരുന്ന ഈ ഭാര്യയുടെ വസ്ത്രങ്ങളെല്ലാം എടുത്ത് പുറത്തിട്ട് കത്തിക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായി. വലിയ രീതിയിൽ ഒരു കുടുംബ വഴക്ക്, ഒപ്പം തന്നെ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഇവർ നേരിടുന്നുണ്ടായിരുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. അതിദാരുണമായ ഒരു സംഭവം തന്നെയാണ്. യാസിറും ഷിബിലയും ഒരുമിച്ച് കഴിയുന്ന ആളുകളാണോ? ഈ യാസിറിന്റെ പശ്ചാത്തലം, അത് സംബന്ധിച്ച് പോലീസ് എന്തെങ്കിലും കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ടോ? ഈ കൊലപാതകത്തിന് ശേഷം അയാൾ പിടിയിലായിട്ടുണ്ടോ? ഇതിൽ ശ്രീജിത്ത്, അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭ്യമായി വരുന്നേയുള്ളൂ. പോലീസ് ഈ പ്രദേശത്ത് ഇപ്പോൾ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ സംഭവം ഉണ്ടായത് ഈ മരിച്ച ഷിബിലയുടെ വീട്ടിൽ വെച്ചിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായത്. അല്പസമയം മുമ്പാണ് ഈ ഒരു അക്രമ സംഭവം ഉണ്ടായത്. നേരത്തെ തന്നെ ഇവർക്ക് ഇത്തരം ഒരു സൂചന, അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നിരന്തരമായ ഭീഷണി ഈ കുടുംബം അല്ലെങ്കിൽ ഈ ഭാര്യ നേരിട്ടുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് തന്നെയായിരുന്നു 28-ന് പരാതി നൽകിയിട്ടുണ്ടായിരുന്നത്. ആ പരാതിയിൽ താമരശ്ശേരി പോലീസ് വേണ്ടത്ര നടപടിയെടുത്തില്ല. അതുതന്നെയാണ് ഇത്തരം ഒരു ആക്രമണത്തിലേക്ക് നയിച്ചത് എന്നാണ് ബന്ധുക്കൾ പരാതി പറഞ്ഞത്. 28-ന് പരാതി നൽകി. അതിനുശേഷം കഴിഞ്ഞ ആഴ്ച ഈ യാസിറിന്റെ വീട്ടിലുണ്ടായിരുന്ന ഈ ഷിബിലയുടെ വസ്ത്രങ്ങളെല്ലാം പുറത്തെടുത്തിട്ട് കത്തിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി. എന്തുതന്നെയായാലും അതിദാരുണമായ ഒരു സംഭവം തന്നെയാണ് ഈ താമരശ്ശേരിയിൽ ഉണ്ടായത്. യാസിറിനായുള്ള അന്വേഷണത്തിലാണ് പോലീസ് ഉള്ളത്. മറ്റൊന്ന് എടുത്തു പറയേണ്ട ഒരു കാര്യം, ലഹരി ഇയാൾ ഉപയോഗിക്കുന്നുണ്ട് എന്ന ഒരു വിവരവും ബന്ധുക്കളിൽ നിന്നും നാട്ടുകാരിൽ നിന്നും എല്ലാം തന്നെ നമുക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ സ്പോട്ടിൽ ഇപ്പോൾ താമരശ്ശേരി പോലീസുണ്ട്. ഈ അക്രമം നടന്ന ഈ സ്പോട്ടിൽ ഇപ്പോൾ താമരശ്ശേരി പോലീസുണ്ട്. ഷിബിലിയുടെ മൃതദേഹം ഈ കാഷ്വാലിറ്റിയിലുണ്ട്. ഒപ്പം തന്നെ പരിക്കേറ്റ മറ്റുപേര്, അതായത് ഷിബിലിയുടെ മാതാവും പിതാവും ഇവിടെ കാഷ്വാലിറ്റിയിലുണ്ട്. പിതാവിൻ്റെ നില ഗുരുതരമാണ് എന്ന വിവരമാണ് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. റീജിത്ത്, മിഥില, ഈ അന്ന് കൊടുത്ത പരാതിയുടെ ഉള്ളടക്കം എന്താണെന്ന് ഈ ഘട്ടത്തിൽ വ്യക്തമാവുന്നുണ്ടോ മിഥില? ശ്രീജിത്ത്, അന്ന് കൊടുത്ത പരാതി എന്നത് ഇത്തരത്തിൽ കുടുംബ വഴക്ക് നിരന്തരമായി 3 വർഷം മുൻപാണ് കല്യാണം കഴിഞ്ഞത്. നിരന്തരം ഇത്തരത്തിൽ ഒരു കുട്ടിയുണ്ട്. നിരന്തരം ഇത്തരത്തിൽ ആക്രമണത്തിന് നേരിടുന്നു. കുട്ടിക്ക് ആവശ്യമായ കാര്യങ്ങൾ ഒന്നും യാസിർ ചെയ്യുന്നില്ല. യാസിറിൻ്റെ ഒരു അല്ലെങ്കിൽ പെരുന്നാളാണ് വരുന്നത്. പെരുന്നാളിന് കുട്ടിക്ക് പുതിയ വസ്ത്രങ്ങൾ വാങ്ങിക്കൊടുക്കണം. അത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഈ ഒരു പരാതിയിലുണ്ടായിരുന്നു. ഈ പരാതി പ്രകാരം പോലീസ് ഈ യാസിറിനെ വിളിച്ചു വരുത്തും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ മറ്റു നടപടികളൊന്നും ഉണ്ടായില്ല എന്ന് തന്നെയാണ് ഈ ഒരു കുടുംബത്തിന്റെ ഭാഗത്തുനിന്നുള്ള ഒരു പ്രതികരണത്തിൽ നിന്ന് നമുക്ക് ലഭ്യമായിക്കുന്നത്. എന്ത് തന്നെയായാലും കുടുംബ വഴക്ക് തന്നെയാണ് ഇത്തരം ഒരു ആക്രമണത്തിലേക്ക് നയിച്ചത് എന്ന് പറയുന്നുണ്ട്. അതേസമയം തന്നെ കൂടുതൽ കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ ലഭ്യമാക്കിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു അക്രമ സംഭവവുമായി ബന്ധപ്പെട്ട പ്രാഥമിക വിവരങ്ങൾ മാത്രമാണ്. വരും മണിക്കൂറുകളിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ലഭ്യമാക്കാൻ കഴിയും. റീജിത്ത്.
ശരി, മിഥില ബാലനാണ് ആ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കോഴിക്കോട് ഈങ്ങാപ്പുഴയിലാണ്, കക്കാടാണ് കുടുംബ വഴക്കിനെ തുടർന്നുണ്ടായ ആക്രമണത്തിൽ ഭർത്താവ് ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തിയിരിക്കുന്നത്. യാസർ എന്ന വ്യക്തിയാണ് ഭാര്യ ഷിബിലയെ വെട്ടിക്കൊന്നിരിക്കുന്നത്. ആക്രമണത്തിൽ ഷിബിലയുടെ മാതാവിനും പിതാവിനും പരിക്കേറ്റിട്ടുണ്ട്. പിതാവിൻ്റെ പരിക്ക് ഗുരുതരമാണ് എന്നുള്ളതാണ് ആശുപത്രിയിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം. മാതാവിൻ്റെ പരിക്ക് അത്ര ഗുരുതരമുള്ളതല്ല എന്ന് മനസ്സിലാക്കുന്നു.